കേരള സർ 100% ലിറ്ററസി സർ. അല്ല, കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ. This is the investor friendly state. Kerala is one of the easy doing business, number one. കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ആണല്ലോ ഇപ്പോൾ കേരളം. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആയി എന്ന് പറഞ്ഞാൽ നമ്മളെമാതിരി ഓരോ മലയാളികൾക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കേരളം? നേരത്തെ നവാസ് ജി പറഞ്ഞ അത് തന്നെയാണ്. കാരണം നമ്മൾ മറ്റ് പല സ്റ്റേറ്റിലും മറ്റ് പല സൗകര്യങ്ങളുണ്ട് ഒക്കെ. ആ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വില കൊടുത്തെങ്കിൽ മാത്രമേ ആ സൗകര്യങ്ങളൊക്കെ കിട്ടൂ. എന്നാൽ കേരളത്തിൽ നമ്മൾ ഏകദേശം 14-15 MSME രജിസ്ട്രേഷൻ നമ്മളെടുത്തു. ഒരു സ്ഥലത്ത് പോലും 5 പൈസ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ UP-യിൽ ഒരു MSME രജിസ്ട്രേഷൻ എടുക്കാൻ നോക്കിയിട്ട് അവിടെ ഓൺലൈനാണ്, പക്ഷേ ഓൺലൈനിൽ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഫീസ് അടിച്ചാലേ വർക്ക് ചെയ്യുള്ളൂ. എന്ത് ഫീസാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പലപ്പോഴായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഇറ്റ്സ് നോട്ട് എൻ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി പ്ലേസ്. നമ്മൾ എന്ത് ബിസിനസ് കൊണ്ടുവരികയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഒട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം അല്ല നമുക്കിവിടെ ഉള്ളതെന്ന്. നിങ്ങൾ ഈ കിംസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീലിംഗോ? കേരളമാണ് ഏറ്റവും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയ സംസ്ഥാനം ഇന്ത്യയിൽ. ദിസ് ഈസ് ദ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് വിച്ച് യു ഹാവ് ഓൾ ദ പ്ലേസസ് ടു എക്സ്പ്ലോർ. ഇനിയും ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നെറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്.